അങ്ങനെയുള്ള സമയത്താണ് ഞാൻ 1-to-1 മീഡിയയിലെ സാരഥി ഖത്തറിലൊരു ഷൂട്ടിന് പോയപ്പോഴാണ് ഇങ്ങനെ മൻസൂർക്ക എന്ന് പറയുന്ന അവരൊക്കെ അങ്ങനെ പരിചയപ്പെടുന്നത്. ഈ ആടുജീവിതത്തിൻ്റെയൊക്കെ സ്റ്റോറി 10 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മണൽ വീട് എന്ന് പറഞ്ഞിട്ട്. മറ്റേത് നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വീഡിയോസ് അവര് സ്വന്തം റൂമിൽ ഇരുന്നിട്ട് സ്വന്തം മൊബൈലിൽ വെച്ചിട്ട് സെൽഫി ആയിട്ടായിരിക്കും അധികം വീഡിയോസ് ചെയ്യുക. അവർക്ക് ഒരു പക്ഷേ ക്യാമറയുടെ മുമ്പിലോട്ട് വരും. അത് അത്രയും ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള സിനിമ ആയിട്ട് പോലും അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയി കിടന്നത് നമ്മളെ ഹാഷിറിനെ പോലുള്ള ആളുകളാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടു പരിചയമുള്ള മുഖം എന്നുള്ളതാണ്. അത് സിനിമയിലാണോ, സീരിയലിലാണോ, നാടകത്തിലാണോ, അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ മീഡിയയിലാണോ എന്നുള്ളതല്ല. നമ്മൾ പരിചയിച്ച മുഖങ്ങളെ നേരിട്ട് കാണുക, അതല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള അഭിനയങ്ങൾ കാണുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അപ്പോൾ കൂടൽ മൂവിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഷാഫി എത്തിക്കാടാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. എന്തൊക്കെയാണ് ഇനി കൂടൽ മൂവിയുമായി ബന്ധപ്പെട്ട്? കൂടലിന്റെ അവസാന ചിത്രീകരണത്തിലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളും പ്രൊമോഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് അങ്ങനെ പ്രൊമോഷൻസ് വിട്ടിട്ടില്ല. ഇനി അതിന്റെ പരിപാടികളും പിന്നെ ഒരു അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ റിലീസ് ചെയ്യാന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും എത്ര നാളുള്ള സ്കെഡ്യൂൾ ചെയ്തേക്കുന്നതായിരുന്നു? നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 35-40 ദിവസത്തിന്റെ അടുത്താണ് ടോട്ടലി ഷെഡ്യൂൾ. ഞങ്ങൾക്ക് കുറച്ച് മഴ, 1.5 മാസം. അതെ, കുറച്ച് മഴയുടെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഇച്ചിരി ഷെഡ്യൂൾ ഒന്ന് നീണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ഒരു അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കും 2 മാസത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വരും, പിന്നെ റിലീസ് എന്നുള്ള പരിപാടിയാണ്. ഇപ്പൊ നവംബർ ആയല്ലോ. ഓക്കെ. ഈ ഒരു കൂടൽ എന്ന് പറയുന്ന ഒരു മൂവിയിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ്? കൂടലിലേക്ക് വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമ്പിംഗ് പശ്ചാത്തലത്തിലുള്ള മൂവിയാണ്. അപ്പം ഞാനിങ്ങനെ ഈ ക്യാമ്പിങ്ങിന് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഈ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ചോദിക്കായിരുന്നു, ഈ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? അത് കുറേ ലഹരി ഉപയോഗിക്കാവുന്ന ഒരു പരിപാടിയാണോ, അതല്ലെങ്കിൽ കുറേ റിലേഷൻഷിപ്പ് കിട്ടുന്ന പരിപാടിയാണോ? അങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു ആളുകൾ. അപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ക്യാമ്പുകൾ ആദ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു രസമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ലഹരിയോ അതല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊന്നും അത്രക്ക് നമ്മൾ അതിലേക്ക് ചിന്ത പോകില്ല. കാരണം ഒരു പരിചയമില്ലാത്ത ഒരുപാട് മനുഷ്യർ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക. അത് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമുക്കുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ സംസാരത്തിൽ പിറകിലാണെങ്കിൽ, ഇപ്പോൾ ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആണെങ്കിൽ നമ്മളത് സംസാരം ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അത് തരിക. പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും നമുക്ക്. നമ്മൾ പിന്നെ എവിടെ പോയാലും നമുക്ക് ഏതെങ്കിലും ഒരാൾ നമ്മൾ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ ആ സ്ഥലത്ത് ഉണ്ടാവും. പല മേഖലയിൽപ്പെട്ട ആളുകളുണ്ടാവും, പല പ്രായത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അപ്പം ഇതിന് പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു സംഗതിയാണ്, ഇതിൻ്റെ അകത്തൊരു സിനിമ ഉണ്ടായിക്കൂടാ. കാരണം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പ്രായക്കാർ, വ്യത്യസ്ത സ്ഥലക്കാർ, വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവർ, ഇവരെല്ലാം കൂടെ ഒരു ദിവസം ഒരു സ്ഥലത്ത് സ്പെൻഡ് ആക്കുക. അങ്ങനെ അവരുള്ള ഐസ് ബ്രേക്കിംഗ് പരിപാടികൾ, അവരുള്ള രസങ്ങൾ, പാട്ട്, എല്ലാം അത് ഒരു വല്ലാത്ത സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കഥ എന്ന് പറയുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയത് ഇതിനെക്കുറിച്ച്. അങ്ങനെ പിന്നെ അത് ഒരു ത്രില്ലർ പരിപാടിയിലേക്കൊക്കെ പോയി കുഴപ്പമില്ലാത്തൊരു സ്ക്രിപ്റ്റ് ആയപ്പോൾ അത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്ന ഒരു മൂവി. തീർച്ചയായിട്ടും ഇതൊരു സൗഹൃദം, റിലേഷൻഷിപ്പ്, അതാണ് ഇതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗഹൃദം. എന്ത് പറയുന്നോ എന്ന് പറഞ്ഞു പോകുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ നോൺ ലീനിയർ ആയിട്ടൊരു സ്റ്റോറി കടന്നു പോകുന്നുണ്ട്. അതാണ് സൗഹൃദം. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത മൂവിനെ കുറിച്ചിട്ട്? ചെക്കൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനോ അതല്ലെങ്കിൽ ഒരാളെ അസിസ്റ്റ് ചെയ്യാനോ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ മലബാറിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ കുഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമുക്ക് സിനിമ ബന്ധങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആഗ്രഹം കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ നാടകം പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നിടയ്ക്ക് ഒരുപാട് മ്യൂസിക് ആൽബങ്ങളൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു 10-60ഓളം മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ 1-to-1 മീഡിയയിലെ സാരഥി ഖത്തറിലൊരു ഷൂട്ടിന് പോയപ്പോഴാണ് ഇങ്ങനെ മൻസൂർക്ക എന്ന് പറയുന്ന അവരൊക്കെ അങ്ങനെ പരിചയപ്പെടുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബാണ്. ഖത്തറിലുള്ള ഇതേപോലെ കലാകാരന്മാർ, അവർ ഈ പ്രവാസ തിരക്കുകൾക്കിടയിലൊക്കെ കലക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ ഞങ്ങൾ ഈ ആടുജീവിതത്തിൻ്റെയൊക്കെ സ്റ്റോറി 10 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മണൽ വീട് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ആൽബം. അപ്പം ആ സംഗതിയൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അതിനുശേഷം ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ആൽബം ചെയ്തു. ഖത്തറിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത്. അതിൽ നിന്നുണ്ടായിരുന്ന ഒരു ടീമിൽ നിന്നാണ് ഇതേപോലെ എൻ്റെ മൈൻഡിലൊരു കഥ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു ചെറിയ OTT മൂവി ആക്കുകയല്ലേ എന്നുള്ള പ്ലാൻ വന്നു. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, 1 മണിക്കൂർ ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങി.
തുടങ്ങിയ സമയത്ത് കൊറോണ സമയത്തായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിച്ച് പിന്നീട് അതൊരു ഫീച്ചർ ഫിലിം ആവുമായിരുന്നു. അങ്ങനെ 121 മീഡിയയുടെ അവരുടെ പ്രൊഡ്യൂസറിൽ അവരുടെ പ്രൊഡക്ഷനിൽ വന്നാണ് ചെക്കൻ. അത് ചെറിയ സിനിമയായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പം കഴിഞ്ഞ ക്രിട്ടിക്സ് അവാർഡ് അടക്കമുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി, പാട്ടുകൾ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്തു. അങ്ങനെയാണ് പിന്നെ രണ്ടാം സിനിമ കൂടുതൽ സംഭവിച്ചത്. അതിൽ നിന്ന് വേറൊരു തലത്തിലേക്കാണ് ഇപ്പൊ നീങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ആർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഒരു വിഭാഗത്തിലുള്ള സിനിമയാണ്. അങ്ങനെ ശരിക്കും തരംതിരിവുകളൊന്നുമില്ല, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രേക്ഷകരാണ്. അപ്പം അതിൽ നിന്ന് നേരെ നമ്മളിപ്പം കൊമേഴ്ഷ്യലി എന്ന് പറയുന്ന എല്ലാ കുറച്ച് എലമെന്റ്സ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതെല്ലാം ഉള്ളൊരു ചേരുവയുള്ളൊരു സിനിമയാണ്. റിസ്കി ഇല്ല. ആസ് എ മേക്കർ എന്ന രീതിയിൽ നമുക്ക് ചലഞ്ചിങ് ആണ്, നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഒരു ജോണറിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ നിൽക്കാതെ സിനിമയുടെ എല്ലാ ജോണറും എല്ലാ ടേസ്റ്റും കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സന്തോഷമാണ്. ടെൻഷൻ എന്ന് പറയുന്നത് ആ ഏരിയ കൊണ്ടല്ല, നമുക്ക് മേക്കിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിലെ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഇല്ലാത്തത് കൊണ്ടുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ ടെൻഷനെല്ലാം മാറ്റി വെക്കാൻ പറ്റുന്ന അത്രയും പ്രഗത്ഭര് നമ്മുടെ ബാക്കിൽ പിന്നണിക്കാരായിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള സെക്ഷനിലുള്ള ആളുകളെല്ലാം ഒരുപാട് സിനിമകൾ ചെയ്ത മേക്കപ്പ് ആയാലും ആർട്ട് ആയാലും കോസ്റ്റ്യൂമർ ആയാലും മ്യൂസിക് ചെയ്യുന്നവരായാലും എല്ലാവരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആളുകളായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറെ അധികം ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ അത് മാത്രമല്ല പ്രൊഫഷണൽസും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടരെയും കൂടിയിട്ട് ഒരു വഞ്ചിയിലാണ് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് അവരെ രണ്ടു തരത്തില് നോക്കി കാണുന്നുണ്ടോ? അവരുടെ ആ ഒരു അഭിനയ മികവ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് രണ്ടും നമ്മൾ നാടകം, സീരിയൽ, സിനിമ എന്ന് പറയുന്ന സെക്ഷനുകളെ പോലെ തന്നെ ഇപ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണല്ലോ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം റീൽസ്, ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത്. അതൊക്കെ ഇന്ന് നമ്മുടെ ഏരിയയിൽ നമുക്കൊരു സുഖം എന്ന് പറയുന്നത് ഈ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മളൊരു ഫോട്ടോ ആവശ്യപ്പെടും, എന്നിട്ട് 2-3 ഭാഗത്തുള്ള ഫോട്ടോ ആവശ്യപ്പെടും, എന്നിട്ട് കൂടിക്കാഴ്ച വെക്കും, എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു സാധനം വീഡിയോ എടുത്ത് വിടാൻ പറയും. അതിനൊന്നും ആവശ്യമില്ല. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇവരെ കോൺടാക്ട് ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പമുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വീഡിയോസ് അവര് സ്വന്തം റൂമിൽ ഇരുന്നിട്ട് സ്വന്തം മൊബൈലിൽ വെച്ചിട്ട് സെൽഫി ആയിട്ടായിരിക്കും അധികം വീഡിയോസ് ചെയ്യാം. അവർക്ക് ഒരു പക്ഷേ ക്യാമറയുടെ മുമ്പിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ക്രൂയുടെ മുമ്പിലോട്ട് വരുമ്പം ചില ആളുകൾക്ക് അതൊരു പ്രശ്നമാവാറുണ്ട്. കാരണം ആ ഒരു മേഖലയിൽ കംപ്ലീറ്റ് അവർ ഉയർന്ന നിലയെത്തിയിട്ട് നമ്മളൊരു ക്രൂയുടെ സെൻറ്ററിൽ നിന്നിട്ട് അതിൽ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ബാക്കിയുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുമ്പം ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വാഴ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടു, അത് അത്രയും ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള സിനിമ ആയിട്ട് പോലും അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയി കിടന്നത് നമ്മളെ ഹാഷിറിനെ പോലുള്ള ആളുകളാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടുപരിചയമുള്ള മുഖം എന്നുള്ളതാണ്. അത് സിനിമയിലാണോ, സീരിയലിലാണോ, നാടകത്തിലാണോ, അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ മീഡിയയിലാണോ എന്നുള്ളതല്ല. നമ്മൾ പരിചയിച്ച മുഖങ്ങളെ നേരിട്ട് കാണുക, അതല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള അഭിനയങ്ങൾ കാണുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അഭിനേതാക്കൾ ചിലപ്പം നമുക്ക് അവരെ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിലേറെ ബെറ്ററായിട്ട് സിംഗിൾ ടേക്കിൽ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇവരെല്ലാം ഉണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്നു ഇല്ലേ? ചിലരൊക്കെ അഭിനയിക്കുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുന്നു. അതെ അതെ, കാരണം അതാ പറഞ്ഞു, അവരേറ്റവും നമ്മളൊക്കെ നോക്കി കാണുന്നത് അവർ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ മൈൻഡില്ല. അവരുടെ ഡയറക്ടറും അവരുടെ ക്യാമറമാനും അവരുടെ അസോസിയേറ്റും എല്ലാം അവരാ. അവർക്ക് വേറെ ഹെൽപ്പൊന്നുമില്ല. സ്വയം മേക്കപ്പ് ചെയ്ത് സ്വയം ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും പലരും ഈ സാധനം സ്വയം കണ്ടന്റ് കണ്ടെത്തി. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സിനിമയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രൂ ചുറ്റുമുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇവരിത് മേക്ക് ചെയ്യാന്ന് പറയുന്നിടത്താണ് അതിന്റെ ഹൈലൈറ്റ്. നിങ്ങളിപ്പോ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ല ഞാനിതിന്റെ ഓഡീഷൻ വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ 1000-1200ഓളം പ്രൊഫൈൽ എനിക്ക് വന്ന് അത് കംപ്ലീറ്റ് കാണാനുള്ള സമയം പോലും കിട്ടിയില്ല. കാരണം ഇത്ര ആളുകൾ വന്ന വീഡിയോ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് ആളുകൾ നമ്മളതിൽ സെലക്ട് ചെയ്തെങ്കിലും ബാക്കിയുള്ളവർ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന അധികം സിനിമകളിൽ വരാത്ത ആളുകളെ അങ്ങനെ സെലക്ട് ചെയ്ത്. അപ്പോൾ ഇതിൽ നമ്മളെ ചക്കപ്പഴം റാഫി അവനുണ്ട്, അതുപോലെ അഖിൽ ഷാ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ആളുകളുണ്ട്. അതുപോലെ കുറെ ആളുകൾ, ഒരു 8-10 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെ ഹിഫ്രാസ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ള പയ്യനുണ്ട്. അവനൊക്കെ ഭയങ്കര ഫോളോവേഴ്സാണ്. എനിക്ക് തോന്നുന്നു 2 മില്യൻ്റെ ഒക്കെ മുകളിൽ ഫോളോവേഴ്സുള്ള പയ്യന്മാരാണ്. അപ്പം
അവരെല്ലാം കൂടെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ താല്പര്യമുള്ള ഒരു മേഖലയാണല്ലോ. അപ്പം എല്ലാവരും കൂടെ കൂടി അങ്ങനെ ഒരു കൂടുതൽ സംഭവിച്ചു. അവർക്കൊരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള ഒരു 90% ആളുകളെയും സ്വപ്നമാണല്ലോ. അതെ, പുതിയ തലമുറയും വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അതെ, എപ്പോഴും അതാണ്. എപ്പോഴും ഫ്രഷേഴ്സ് വരണം, എന്നാലും ഫ്രഷ് കണ്ടന്റ് ഉണ്ടാവുള്ളൂ, ആളുകൾ കാണുന്നതിൽ പുതുമ വരുള്ളൂ. ഓക്കെ, അപ്പോൾ സാറിന് ഈ ഒരു കൂടൽ മൂവിയുടെ ഭാഗമായിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതെല്ലാം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം പ്രേക്ഷകരോട് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ പുതിയ ആളുകളാണ്, പിച്ച വെക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ മുൻപ് തന്നിരുന്ന സപ്പോർട്ട്, അതല്ലെങ്കിൽ ഇനി തരുന്ന സപ്പോർട്ട്, അതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഒരു യൂത്തിന് വേണ്ട എല്ലാ എലമെൻസും ചേർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കൂടൽ. അതിൻ്റെ കഥയിലേക്ക് കൂടുതൽ കടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ റിലീസ് വരുമ്പോൾ പങ്കെടുക്കുക. അതുപോലെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നന്നാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അതൊക്കെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു കൂടൽ എന്ന് പറയുന്ന ഒരു മൂവി ബിഗ് സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് ഞങ്ങളും എല്ലാവരും 121 മീഡിയയുടെ എല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.